ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായല്ലേ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി സ്കൂട്ടറിൽ നിന്ന് ആ ഒരു ഗുണ്ടയെ കാണുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ട കത്തിയെടുത്തിട്ട് ഭൂമിക്ക് നേരെ വരുന്ന കാഴ്ചയാണ് ഭൂമി കാണുന്നത്. ഇത് കണ്ട ഭൂമി ആ സ്കൂട്ടർ അവിടെ തള്ളിയിട്ട് അവിടെ നിന്ന് പരക്കം മാഞ്ഞ് ഓടുകയാണ്. ഓടി ഓടി അങ്ങ് ദൂരെ എത്തിയെങ്കിലും ഇയാൾ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ഭൂമിയെ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയായി കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ കയ്യിൽ നിന്ന് ആ കത്തി എടുത്തിട്ട് ഒറ്റ എറിയാണ്. ഭൂമിയുടെ മുതുകിന് നേരെ കുത്തി കയറുകയാണ്. ഭൂമി അവിടെ തന്നെ അങ്ങോട്ട് പെടഞ്ഞു വീഴുകയാണ്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് പെടഞ്ഞു വീഴുകയാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ അച്യുതൻ്റെ സ്വപ്നമായിരുന്നു. അച്യുതൻ്റെ സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ചാടി എണീക്കുന്നത്. കാരണം ഭവാനി ഭൂമിയെ കൊല്ലാൻ വേണ്ടി ഈ ഗുണ്ടയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി അങ്ങനെ ഭവാനിയെ സത്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിലോ? ഈ ഭൂമി തന്നെയാണ് ആ തറവാട്ടിലെ കൊച്ചുമോളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭവാനി വിടില്ലെന്ന് നമ്മുടെ അച്യുതനെ അറിയാം. എങ്ങനെയെങ്കിലും തൻ്റെ മോളെ രക്ഷിക്കണം, രക്ഷിച്ചാലേ മതിയാവുള്ളൂ എന്ന് അച്യുതനിങ്ങനെ മനസ്സിലിങ്ങനെ കരുതുകയാണ്. എൻ്റെ മോളെ ഈ നാട്ടിൽ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ എനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഈ ഭാര്യ എണീറ്റ് വന്നിട്ട് എന്താ ചേട്ടാ, എന്തു പറ്റിയ ചേട്ടാ, എന്തെങ്കിലും ഉറക്കത്തെ ചാടിയിടിരുന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല, ഒരു വേണ്ടാത്തൊരു സ്വപ്നം കണ്ടു. അത് മനസ്സിനെ ഭയപ്പെടുത്തുന്നൊരു സ്വപ്നമാണ് എന്ന് പറയാം. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ച് കിടന്നിട്ടല്ലേ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. കിടന്നുറങ്ങാൻ നോക്ക്, എന്നിവിടെ ആരും ഒന്നും വന്നിട്ടില്ല, കിടന്നുറങ്ങാൻ നോക്കുക അച്ചുവേട്ടാ എന്ന് പറയാ. അങ്ങനെ അച്യുതനാണെങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അച്യുതൻ നിൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും അതിലേറെ ടെൻഷനിലാണ് നമ്മുടെ ഭൂമിക്ക്. കാരണം അച്ഛനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ ആപത്തിലാണെന്ന് ഭൂമിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷെ ഇത് ആരോടെങ്കിലും തുറന്നു പറയാനായിട്ട് പറ്റുമോ? അതും പറ്റില്ല. കുറേ അടുത്ത് അന്വേഷിച്ച് നോക്കി പൈസ കിട്ടുന്നുമില്ല. മഠത്തിലും പോയി അവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടുമില്ല. ദൈവമേ, എൻ്റെ അച്ഛൻ ആ സമയം വരെ ആയുസ് കൊടുക്കണമേ, എൻ്റെ അച്ഛനൊരു ആപത്തും വരുത്തരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഭൂമി. ഈ സമയം തന്നെ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാനുള്ള തന്ത്രപ്പാടുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജയ്. അപ്പോൾ അജയ് ഈ അഞ്ജനയോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും അഞ്ജന അജയ്ക്ക് സപ്പോർട്ട് ചെയ്തെന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ എനിക്ക് മനസ്സിലാകുമല്ലോ, നമ്മൾ ഒരുമിച്ച് ജീവിച്ച് വളർന്ന് കളിച്ച് നടന്നതൊക്കെ ആൾക്കാരല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ അറിയാതിരിക്കാനായിട്ട് പറ്റും. നിന്റെ മനസ്സിലെ പ്രണയമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഏതായാലും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഞ്ജന അവിടെ നിന്ന് പോയത്. ആ ഒരു സന്തോഷത്തിലാണ് അജയ് നിൽക്കുന്നത്. പക്ഷെ ഇവളുടെ മനസ്സിൽ വേറൊരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതി പോലുമില്ല. അങ്ങനെ ഈ അഞ്ജന ചെന്ന് ഈ ഭവാനിയോട് പറയണം, അമ്മേ, അവൻ്റെ മനസ്സിൽ മുഴുവനും ആ ഭൂമിയാണ്. അവന് ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാ? അവൻ പറയുന്നത് ഞാൻ ഭൂമിയെ മാത്രം കല്യാണം കഴിക്കുള്ളൂ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മേ? അവളൊരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല. നീ കല്യാണത്തിന് റെഡി ആയിക്കോ മോളെ, നിൻ്റെ വിരലിൽ തന്നെ അവൻ മോതിരം അയക്കോളൂ. അതിനു മുമ്പ് തന്നെ മറ്റവളെ ഞാൻ തീർത്തിരിക്കും എന്നിങ്ങനെ ഭവാനിയും പറയണം. അച്യുതൻ്റെ മോളിങ്ങോട്ട് വരട്ടെ, എനിക്കറിയാം എന്ത് വേണം ഏത് വേണം എന്നൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഭവാനി ഒറ്റ നിൽപ്പിലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അജയ് ആണെങ്കിൽ വീണ്ടും ഈ അഞ്ജനയോട് സംസാരിക്കുകയാണ്. നീ സംസാരിച്ചായിരുന്നു മറ്റുള്ളവരോട്, അവരെന്തു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞതോ, ആദ്യം എൻ്റെ തീരുമാനം എന്താണെന്ന് നിനക്ക് അറിയണ്ടേ? എൻ്റെ തീരുമാനം ഇത് തന്നെയാണ് അജയ്, നിന്നെ അല്ലാതെ വേറൊരുത്തനെയും ഞാൻ കല്യാണം കഴിക്കില്ല. എൻ്റെ വലയിൽ തന്നെ ഞാൻ കുടുക്കിയിടും നിന്നെ, എൻ്റെ വിരൽത്തുമ്പിലിട്ട് നിന്നെ ഞാൻ ചുറ്റിക്കും എന്നിങ്ങനെ അഞ്ജന പറയുകയാണ്. അപ്പോഴാണ് അഞ്ജനയുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അജയ്ക്ക് മനസ്സിലാവുന്നത്. ഇവൾ നിസ്സാരക്കാരിയല്ല, ഇവളും കുടുംബത്തെ മുടിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നതാണെന്ന് അജയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അജയ് പിന്നീടൊന്നും സംസാരിക്കാനായിട്ട് നിന്നില്ല. ഇവളെന്താ ചെയ്യണമെന്നൊന്ന് കാണുമല്ലോ. അപ്പോൾ ഈ അഞ്ജന പറയുന്നുണ്ട്, ഇനി നിനക്ക് രക്ഷയില്ല അജയ്. വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നിന്നെ എൻ്റെയും നിൻ്റെയും കല്യാണം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നിനക്ക് ഒരിക്കലും പിന്മാറാനായിട്ട് സാധിക്കില്ല. നിൻ്റെ മനസ്സിലെ പ്രണയം നീ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞേര്, അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറയാം. അങ്ങനെ നമ്മുടെ ഈ അഞ്ജന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അജയ്ക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. എങ്ങനെയും ഈ കല്യാണം മുടക്കിയില്ലെങ്കിൽ താൻ പ്രണയിക്കുന്ന പെണ്ണിനെ തനിക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല
എന്ന് അജയ്ക്ക് അറിയാം. പക്ഷേ ആ പ്രണയിനി എവിടെയാണെന്ന് പോലും അജയ്ക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം, എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ഭാഗമാക്കണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ അജയുടെ മനസ്സിലുള്ളൂ. അപ്പോൾ അജയ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുക. ഒരേ തലവേദനയാണ്, ഓരോ കേസുകൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഈ ഈ അഞ്ജന വരിക. അപ്പം അഞ്ജന വന്നു കഴിഞ്ഞിട്ട് ഒരു പൂച്ചെണ്ടുമായിട്ടാണ് വരുന്നത്. അപ്പോൾ പൂച്ചെണ്ടുമായിട്ട് വന്നിട്ട് അകത്തുള്ള ഒരു പോലീസുകാരനോട് പറയുകയാണ്, ഇത് അജയ് സാറിന് കൊടുക്കണം, ഞാൻ അജയ് സാറെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്നൊക്കെ പറയുകയാണ്. എനിക്ക് മനസ്സിലായി മാഡം, മാഡം തറവാട്ടിൽ തന്നെ അജയ് സാറിൻ്റെ മുറപ്പെണ്ണല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ മുറപ്പെണ്ണ് തന്നെയാണെന്നും പറയാം. അങ്ങനെ നമ്മുടെ അഞ്ജന കൊടുത്ത ആ പൂച്ചെണ്ടും കൊണ്ട് ഈ പോലീസുകാരൻ നേരെ അജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, എന്താണ് ഇത്, ആര് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാറിനെ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അജയ്ക്ക് ഭയങ്കരമായിട്ട് അവിടെ കാലി വരികയാണ്. കാലി വന്ന് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ കൊടുത്തിട്ട് ഈ പോലീസുകാരൻ പോവുകയാണ്. അജയ് ആണെങ്കിൽ ആ ഒരു പൂച്ചെണ്ട് എടുത്തിട്ട് ഒറ്റ എറിയാണ്. നേരെ ചെന്ന് വീണത് ദേ നമ്മുടെ അഞ്ജനയുടെ കാൽച്ചോട്ടിൽ തന്നെ. അഞ്ജന അങ്ങോട്ട് കയറി വരികയായിരുന്നു. ഇത് കണ്ട അഞ്ജനയ്ക്ക് കാലി വരികയാണ്. നീ ഞാൻ തന്ന പൂച്ചെണ്ട് നീ നിരസിച്ചല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരും, നിന്നെ ഇതുകൊണ്ടൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അജയ് എന്ന് പറയുമ്പോൾ അജയ് പറയാണ്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അഞ്ജന, നിശ്ചയം നടക്കും, പക്ഷേ നിശ്ചയ സമയത്ത് ഒരാളും കൂടി വരും, അത് മറ്റാരുമല്ല ഭൂമി ആ നിശ്ചയ സമയത്ത് അവിടെ എത്തിയിരിക്കും, അവളുടെ വിരലിലായിരിക്കും ഞാൻ മോതിരം അണിയിക്കാനായിട്ട് പോകുന്നത് എന്നൊരു മാസ് ഡയലോഗും കൊടുത്ത് അജയ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അജയുടെ ആ ഒരു പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജന പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പണി പാളുമല്ലോ എന്നൊക്കെ ഈ അഞ്ജനയ്ക്ക് മനസ്സിലാകുകയും ചെയ്യണം. അഞ്ജന ഉടനെ തന്നെ അമ്മയോട് ചെന്ന് പറയണം, അമ്മേ ആ ഭൂമി വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ വിരലിൽ മോതിരം അണിയിക്കാൻ വേണ്ടിയാണ് അജയ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവൻ പറഞ്ഞതുപോലെ ചെയ്യും. മുത്തശ്ശിക്കും മറ്റുള്ളവർക്കും ആണെങ്കിൽ ഈ ഭൂമിയെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ അജയ് ഭൂമിയുടെ കയ്യിൽ മോതിരം അണിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ ഈ വീട്ടിലെ മരുമകളായിട്ട് കയറ്റും. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അമ്മ എന്നൊക്കെ പറഞ്ഞു, മോളെ നീ ടെൻഷൻ അടിക്കില്ലേ മോളെ, അവൾ വരട്ടെ ഇങ്ങോട്ട്, അവൾ ആ നിശ്ചയത്തിന് എത്തുമെങ്കിൽ എത്തട്ടേന്നേ, അവൾക്കിട്ടുള്ള പണി അന്ന് തന്നെ ഞാൻ കൊടുക്കും. അവള് പിന്നെ ജീവനോടെ പോകില്ല, അച്യുതൻ്റെ മോളില്ലേ ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പും കൂടി അഞ്ജനക്ക് കൊടുക്കുകയാണ്. അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്, അതൊന്നും നീ അറിയണ്ട, നിനക്ക് അജയുമായിട്ടുള്ള കല്യാണം നടന്നാൽ മതിയല്ലോ, ആ കല്യാണത്തിന് നീ തയ്യാറായിക്കോ, പക്ഷേ ഭൂമി ഈ ഭൂലോകത്ത് ഉണ്ടാകില്ല എന്ന് പറയാ. അങ്ങനെ ഈ ഭവാനിയാണെങ്കിൽ അടുക്കളയിൽ എന്തൊക്കെയോ ഇങ്ങനെ സെറ്റൊക്കെ ചെയ്ത് വെക്കുകയാണ് ഈ ഭൂമിയെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ. നിശ്ചയം കണ്ട് അടുത്ത് വന്നു. ഇതേ സമയം തന്നെ നമ്മുടെ അച്യുതനാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. അപ്പോൾ അച്യുതനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെല്ലുക, അതായത് ആ ഭൂമിയുടെ തറവാട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. എങ്ങനെയെങ്കിലും ഈ സത്യയിൽ നിന്ന് കുറേ സത്യങ്ങളെല്ലാം അറിയണമല്ലോ. അപ്പോൾ അറിയാൻ വേണ്ടി തന്നെ സത്യൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതേ സാറേ, ഞാൻ ഭൂമി മോളുടെ അച്ഛൻ തന്നെയാണ്. ഓ എന്ത് നല്ല കുട്ടിയാ, നിങ്ങൾക്കിങ്ങനെ ഒരു മകളെ കിട്ടിയത് ഭാഗ്യവാനാണ് നിങ്ങൾ എന്നൊക്കെ പറയാണ്. അല്ല, ഭൂമി വന്ന് എന്നോട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു, സാറിൻ്റെ മകളെയും ഭാര്യയെയും കാണാതായിട്ട് 10-23 വർഷമായെന്ന്, ആ മോളുടെ ഫോട്ടോ ഒന്ന് എനിക്ക് കാണാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും ആ മോളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ഇത് കണ്ട അച്യുതൻ ഞെട്ടിപ്പോവാണ്. കാരണം തനിക്ക് കുഞ്ഞിലേ കിട്ടിയ ആ കുഞ്ഞ് തന്നെയാണ് ഈ ഫോട്ടോയെ കാണിച്ച കുഞ്ഞും. ഇത് കണ്ട് അച്യുതനാകെ വിറങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, പാവം കുഞ്ഞ്, ആ കുഞ്ഞിനെ കാണാതായി പോയല്ലോ, അതിപ്പോൾ എവിടെയായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അറിയില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ ആ കുഞ്ഞിനെ ഏതെങ്കിലും ആളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ, അവർ സ്വന്തം മകളെ പോലെയാണ് കാണുന്നതെങ്കിലോ, നന്നായിട്ട് തന്നെ വളർത്തുന്നുണ്ടെങ്കിലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആര് വളർത്തുന്നുണ്ടെങ്കിലും ആര് വളർത്തിയില്ലെങ്കിലും എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, പറഞ്ഞ മനസ്സിലായോ? അവളെ ഏതച്ഛൻ വളർത്തിയാലും ശരി, അവൾ എൻ്റെ സ്വന്തമാണ്. അങ്ങനെ അയാളുടെ മനസ്സിൽ നിന്ന് ഞാൻ അവളെ വലിച്ച് പറിച്ച് കളയും. അങ്ങനെ എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അവൾ എൻ്റെ സ്വന്തമാണ് എന്ന് ഈ സത്യൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്യുതന് കൂടുതൽ പേടിയാവുകയാണ്. അപ്പോൾ ഭൂമിയെ തനിക്ക് കിട്ടില്ലെന്ന് അച്യുതന് മനസ്സിലാകുകയും ചെയ്തു. ഭൂമിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
ഭൂമി ഉറപ്പായിട്ടും അച്ഛൻ്റെ അടുത്തേക്ക് പോകും. പിന്നീട് തനിക്ക് തൻ്റെ മകളെ കാണാനായിട്ട് പറ്റില്ല. കൊല്ലാൻ ഏൽപ്പിച്ച ഈ മകളെ സ്വന്തം മകളെ പോലെയാണ് ഈ അച്യുതൻ നോക്കിക്കൊണ്ട് നടന്നത്. പക്ഷേ ഇനിയിപ്പോൾ മകളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അച്യുതൻ അപ്പാടെ തീരുകയും ചെയ്യുമെന്ന് അച്യുതനറിയാം. അങ്ങനെ അച്യുതൻ വളരെയേറെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അച്യുതൻ നേരെ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളെ കാണാനുമില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ പറയാണ്, അതെ അച്ചുവേട്ടാ മോളെ വിളിക്കണ്ടേ, മോളെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. എപ്പോൾ നോക്കിയാലേ മോളെ വിളിക്ക് എന്ന് ചോദിച്ചിട്ടിരുന്ന് വല്ല കാര്യമുണ്ടോ? മോളുടെ യഥാർത്ഥ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മോളെ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? പിന്നെ മോളെ കാണാനായിട്ട് പറ്റുമോ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അച്ചുവേട്ടാ എന്തോ അച്ചുവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും വർഷമായില്ലേ, ഇനി ആര് തിരക്കി വരാനാണ് അച്ചുവേട്ട നമ്മുടെ മോള് നമുക്ക് മാത്രം സ്വന്തമാണ്. അതുകൊണ്ട് വേറെ ആർക്കും വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ മോള് പോകത്തുമില്ല നമ്മളെ വിട്ട് എന്ന് പറയാണ്. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ. ഒരുപക്ഷെ മോള് പോയാലോ? ഞാനൊരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി മോളെ ഈ വീട്ടിൽ താമസിപ്പിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ഭൂമിയോട് അച്യുതൻ സംസാരിക്കുകയാണ്. മോളെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഈ നാട് വിട്ടു പോകണം, നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോയാൽ മതി, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. അച്ഛാ എന്താ അച്ഛാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ സംഭവിച്ചത്? പോണോന്ന് പറഞ്ഞാൽ പോണം, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്താ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അച്ഛാ. എങ്കിൽ പിന്നെ എനിക്ക് സമാധാനമായി. നമുക്ക് ഒന്ന് നൈറ്റ് ഡ്രൈവ് ചെയ്താലോ എന്ന് പറയുമ്പോൾ കാറ് പണി മുടക്കോ? ഈ പ്രാവശ്യം കാറ് പണി മുടക്കില്ല മോളെ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നല്ല സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്ക് ഭൂമി നേരെ ഈ സത്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മകളെക്കുറിച്ച് തന്നെയാണ് സത്യനെ ആലോചിക്കുന്നത്. ഭൂമിയെ കാണും തോറും സത്യന് മകളെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇങ്ങനെ തികട്ടി വരികയാണ്. അപ്പോൾ സത്യം പറയണം, നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും ഫോട്ടോ എടുക്കാം. പിന്നെ അച്ഛൻ പറയുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നാ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ നാട്ടിൽ നിന്ന് പോവുക. അതിനു മുമ്പ് തന്നെ നിങ്ങളെയൊക്കെ കണ്ട് യാത്ര പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണെന്നും പറയുകയാണ്. ആണോ? അതെന്താ ഈ നാട്ടിൽ നിന്ന് പോകുന്നത്? അറിയില്ല, അച്ഛനൊരു തോന്നലേ. ഞാൻ പറഞ്ഞല്ലോ അച്ഛനൊരു അസുഖമൊക്കെ ഉണ്ട്. അച്ഛനെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല. അച്ഛൻ്റെ സന്തോഷം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ, അതാണ് എൻ്റെയും സന്തോഷം. ആണോ എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഫോട്ടോ എടുക്കണമല്ലോ. പിന്നീട് ഭൂമി എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലോ, ഒരു ഓർമ്മയ്ക്കായിട്ട് തിരിക്കട്ടെ, അതിനെന്താ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കുക. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? പറഞ്ഞതുപോലെ തന്നെ അജയ് ഭൂമിയുടെ വിരലിൽ ആ മോതിരം ചാർത്തോ? ഈ അച്യുതനും കുടുംബവും ഈ നാട് വിട്ടു പോകുമോ? ശരിക്കും പറഞ്ഞാൽ സത്യൻ തൻ്റെ മകളെ തിരിച്ചറിയോ? ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.